നെന്മാറക്കാരിയായിട്ട് നെന്മാറ വേലയുടെ വിശേഷങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് മോശമാവില്ലേ? അതുകൊണ്ട് ഇനി ഒരു 2 വീഡിയോസിൽ മുഴുവൻ നമുക്ക് നെന്മാറ വേലയുടെ വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇത്തവണ വേല കാണാൻ വേണ്ടി എൻ്റെ കൂടെ പഠിക്കുന്ന കണ്ണൂരും തൃശ്ശൂരുമുള്ള 2 കൂട്ടുകാരികളും കൂടെ വന്നിട്ടുണ്ട്. ഇത്തവണത്തെ വേല ഇവരുടെ കൂടെയാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്നത്. വേലയുടെ തലേ ദിവസം സാമ്പിൾ വെടിക്കെട്ട് കാണാനും ആനച്ചമയം കാണാനും അമ്പലത്തിൽ പോകാനും കൂടെ വേണ്ടി ഒരു 5 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിൽ അമ്പലത്തിൽ പോക്ക് ഒഴിച്ച് ബാക്കി 2 നല്ല ഗംഭീരമായിട്ട് നടന്നു. ആനച്ചമയം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ മേളം ഉണ്ടായിരുന്നു, കേൾക്കാൻ നിന്നില്ല, കാരണം സാമ്പിളുള്ള സമയം അടുത്തിട്ടുണ്ടായിരുന്നു. സാമ്പിളിന് മുന്നേ ഒരു 3 കഥന പൊട്ടി കുറച്ച് നേരത്തേക്ക് നിശബ്ദമായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ചോദിച്ചു, സാന്ദ്ര ഇതാണോ വെടിക്കെട്ട്? ഇതിന് അടുത്തുള്ള ചേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉത്തരം തന്നത്. എന്താണ്ട് ഉണ്ണിയെ, നീ ആദ്യമായിട്ടാണ് നെന്മാറ വേലയ്ക്ക് വരുന്നത്? ആ ഉത്തരത്തിൽ തന്നെ മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ വേർത്ത് വെയിറ്റ് എന്ന് പറയുന്ന പോലെ ഒരു 3/4 മണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തെങ്കിലും വെടിക്കെട്ട് വാസ് അടിപൊളി. കുറച്ച് നേരത്തേക്ക് കണ്ണും കാതുമൊക്കെ എന്താപ്പം ഉണ്ടായ എന്നറിയാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ തിരുവഴിയാട് ദേശത്തിൻ്റെ കൂത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും രാത്രി കൂത്തുമാടത്തിൽ പാവക്കൂത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ കൂത്തുമാടത്തിൽ പോയി കുറച്ച് നേരം കൂത്തൊക്കെ കണ്ടിരുന്ന് തിരിച്ചു വന്നു. ബാക്കി വിശേഷങ്ങൾ നാളെ. ഇന്ന് വേല ദിവസമാണ്, ഏപ്രിൽ 3-ാം തീയതി. രാവിലെ എണീറ്റ് തിടമ്പെടുക്കുന്നതൊക്കെ കാണാൻ പോകണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും തലേ ദിവസം കുറച്ച് വൈകി കിടന്നതുകൊണ്ടും രാവിലെ എണീക്കാനുള്ള മടി കൊണ്ടും സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വൈകുന്നേരത്തെ വെടിക്കെട്ട് കാണാമെന്ന് വിചാരിച്ച് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചൊരു 5:30 ആയപ്പോഴത്തേക്ക് ഷാർപ്പ് ഞങ്ങൾ പൂരപ്പറമ്പിലെത്തി. അതിനുശേഷം സാധാരണ രീതിയിൽ 5:30 നമ്മൾ എത്തിയാലും നമ്മൾ വേരത്ത് കുളിച്ച് ക്ഷീണിച്ചൊക്കെ നിന്ന് ഒരു 2 മണിക്കൂറിന് ശേഷമായിരിക്കും പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങുക. പക്ഷെ ഇത്തവണ മഴ കാരണവും ബാക്കിയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കാരണവും പടക്കമൊക്കെ പെട്ടെന്ന് പൊട്ടിത്തുടങ്ങി. വല്ലങ്ങിയുടെ തുടങ്ങി പാതിയായി അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നെന്മാറക്കാർ ഇവിടുന്ന് പൊട്ടിച്ചു തുടങ്ങി. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ സൗണ്ടും ഒച്ചയും പുകയും എല്ലാമായിരുന്നു. ഒന്നും അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. മാത്രമല്ല അവർ മുഴുവൻ പടക്കങ്ങളൊട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി ഇനി പിറ്റേ ദിവസം രാവിലെ കാണാം, പുലർച്ചയ്ക്കുള്ള വെടിക്കെട്ടിനെ ബാക്കി എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. പക്ഷേ കയറിപ്പെട്ടത് ഒരു നല്ല തിരക്കിൻ്റെ ഇടയിലായിരുന്നു. തിരക്കിനെക്കുറിച്ച് എനിക്ക് സാമാന്യം ധാരണ ഉണ്ടായിരുന്നെങ്കിലും കൂടെ വന്നവർക്ക് അതില്ലായിരുന്നു. അവർ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കുറച്ച് നേരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു 10-15 മിനിറ്റോളം ഒരേ സ്ഥലത്ത് തന്നെ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഉള്ളിൽ നിന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ ആണ് ഞങ്ങൾ വീടെത്തിയത്. രാവിലെ ആണെങ്കിൽ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ എന്തായാലും പടക്കം കാണാൻ പോവാം, 3 മണി 4 മണിക്കായിരിക്കും പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. 1:45 അലാം വെച്ച് ഞങ്ങൾ 1:50 റെഡിയായി ഇറങ്ങുമ്പോഴേക്കും ഒരു ദേശത്തിൻ്റെ അവിടെ പൊട്ടിക്കഴിഞ്ഞു. പിന്നെ കാണാൻ പറ്റുമോ എന്ന് പേടിച്ചാണ് വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി ഓടി നടന്ന് എവിടേക്കോ എത്തി, എവിടേക്കോ നിന്ന് ഞങ്ങൾ അവസാനം വെടിക്കെട്ട് കണ്ടു. അതേതായാലും നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരത്തെ നിരാശയൊക്കെ പുലർച്ചത്തെ വെടിക്കെട്ട് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ശേഷം ആ തിരക്കിനകത്ത് കൂടെ അധികം നടക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം മാറി നിന്ന് നെന്മാറക്കാരുടെയും വല്ലങ്ങിക്കാരുടെയും പന്തലൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ആ കുളക്കരയിലൊക്കെ പോയി നിന്ന് പൊട്ടിയ സ്ഥലത്തേക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തി.